എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ LDC ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്സ് ഒഴികെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. 1. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം, വാഗ്ബടാനന്ദൻ അഭിനവ കേരളം. ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. 1, 2, 4 എന്നിവ മാത്രം ശരിയാണ്. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് മാത്രം തെറ്റാണ്. പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. 1. സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരും പടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാൺപൂർ നാനാ സാഹിബ്, ബീഹാർ കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 1. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 3. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ലാഹോർ സമ്മേളനം. ചൈനയെ ആധുനീകരിക്കാൻ സൻയാത്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. 1. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. 2. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. 3. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. 1. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 2. ബോസ്റ്റൺ ടീ പാർട്ടി. 3. പാരീസ് ഉടമ്പടി. 4. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരാഖണ്ഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാറിയ ആണ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. പാലക്കാട്, ഇടുക്കി. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഫിൻലാൻഡ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. 2 എന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണം. 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. PC മഹലനോബിസ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ന്യൂഡൽഹി. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. പെട്രോളിയം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സെബി. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവന രഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലൈഫ് മിഷൻ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ സി ആണ്. അതിർത്തി നിർണയ കമ്മീഷൻ.
താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗവർണർ. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഉത്തരം ഓപ്ഷൻ ബി ആണ്, CISF. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി ആണ്, നവജീവൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 22 രൂപ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചേറ്റൂർ ശങ്കരൻ നായർ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, തണ്ണീർത്തടവും മനുഷ്യ ക്ഷേമവും. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 243H. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആരോഗ്യ കിരണം. പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇടുക്കി, പത്തനംതിട്ട. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം ശരിയാണ്. നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇരുമ്പ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലെപ്റ്റോസ്പൈറ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? 1 എംഫസിമ, 2 ഫാറ്റി ലിവർ, 3 ഹീമോഫീലിയ, 4 സിക്കിൾ സെൽ അനീമിയ. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2 എംഫസിമ, ഫാറ്റി ലിവർ. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, BS6. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, W = P × T. W പ്രവൃത്തി = P പവർ × T സമയം. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അമേരിക്ക. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, രണ്ടും ഒരുമിച്ച്. ഇന്ത്യയുടെ റോക്കറ്റ് വിമൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഋതു കരിതാൾ. ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അലൂമിനിയം. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാവുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, pH <5.5. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, O2, O3 ആൻഡ് O4.
താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്രോമിൻ. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കൊടിയേറ്റം. ഭാരത പര്യടനം ഏതു വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സാഹിത്യ വിമർശനം. പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏതു നദിയുടെ തീരത്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് പമ്പ. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ടെന്നീസ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രഭാവർമ്മ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹിമപ്പുലി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികൾ? ഉത്തരം ഓപ്ഷൻ സി ആണ് കുമാരനാശാൻ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി ആണ് മാക് OS. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സഫാരി. പ്രോമിന്റെ പൂർണ്ണരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2008. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരി അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫെറൻസ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 46. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 1989. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? ഈ എക്സാം നടക്കുമ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ സി ആണ് ശ്രീ BS മാവോജി. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് so that the germ is too small to be seen with a naked eye. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് the germ is so small that it cannot be seen with a naked eye. Find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. ഉത്തരം ഓപ്ഷൻ എ ആണ് inhibition. Fill in the blank in the given below sentence. Neither of them dash me. ഉത്തരം D loves. Change into indirect speech. Alas, my uncle met with an accident, he said. ഉത്തരം ഓപ്ഷൻ ബി ആണ് he cried out that his uncle had met with an accident. Change the following sentence into superlative degree. Light travels faster than anything else. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് of all things in the world, light travels the fastest. Choose the correct preposition to fill in the blank given below. The burglar jumped dash the compound wall. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് over. Find out the meaning of the idiom tie yourself up in knots. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് become very confused when you are trying to explain something. Complete the following sentence using suitable articles. On dash way we saw dash one-eyed beggar. ഉത്തരം ഓപ്ഷൻ ബി ആണ് the A. What is the expansion and meaning of the abbreviation given below? AM. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻറ്റി മെരീഡിയൻ ബിഫോർ മിഡ് ഡേ. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഫോർ ദ വേർഡ് ഫ്യൂട്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ് ക്വാറൽ.
മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരകം. ശരിയായ പദം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കവയിത്രി. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വിദുഷി. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത്? ഉത്തരം ഓപ്ഷൻ എ ആണ് അരയാൽ. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക ജിജ്ഞാസ. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. ഉത്തരം ഓപ്ഷൻ ബി പരകീയം. പിരിച്ചെഴുതുക. പടക്കളം. ഉത്തരം ഓപ്ഷൻ സി ആണ് പട പ്ലസ് കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഭീഷണിപ്പെടുത്തുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ബി ആണ് ഉത്തരം വരിക. ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ചേർത്തെഴുതുക. നല് പ്ലസ് നൂൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് നന്നൂൽ.